ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാർഡിയോ വ്യായാമങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ വർക്കൗട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ജിമ്മിലൊന്നും പോകാൻ കഴിയാത്ത ആൾക്കാർക്ക് ഈ ഫാറ്റ് ബേണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ വർക്കൗട്ട് വളരെയേറെ ഉപകാരപ്പെടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 3 വാമപ്പാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. 30 സെക്കൻഡ് വെച്ചിട്ട് 3 വാമപ്പ്. ഓക്കെ, 30 സെക്കൻഡ് ഒരു വാമപ്പ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും 30 സെക്കൻഡ് 30 സെക്കൻഡ്, അങ്ങനെ 3 വാമപ്പ്. അതിനുശേഷം നിങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 സെക്കൻഡ് വെച്ചുള്ള 6 വർക്കൗട്ടുകളാണ്. ഓക്കെ, 30 സെക്കൻഡ് കഴിഞ്ഞ് ഫസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞ് നിങ്ങൾ 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം വീണ്ടും നിങ്ങൾ 30 സെക്കൻഡുള്ള വർക്കൗട്ട് ചെയ്യുന്നു, 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. ഇങ്ങനെ 6 വർക്കൗട്ടുകളാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പം അടുത്തായിട്ടെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ 2 പ്രാവശ്യം ആവർത്തിക്കുക. ഓക്കെ, അതിനുശേഷം ഈ 6 വർക്കൗട്ടുകൾ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ 2 സെറ്റാണ് ബിഗിനേഴ്സ് ചെയ്യേണ്ടത്. ഇൻ്റർമീഡിയറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യം, നിങ്ങൾ അഡ്വാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 പ്രാവശ്യമാണ് ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അടിപൊളി വർക്കൗട്ടാണ്. ഫാറ്റ് ലോസിന് നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. നിങ്ങളിത് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഓക്കെ ഫ്രണ്ട്സ്, അടിപൊളി കാർഡിയോ എക്സസൈസുകളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അത് ചെയ്യുന്ന സമയത്ത് ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വാമപ്പോടുകൂടി തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാമപ്പ് 30 സെക്കൻഡ് വാമപ്പ്. ഓക്കെ, സ്റ്റാൻഡിങ് ജാക്സ് ആണ് ഞാൻ ഈ ചെയ്യുന്ന കണക്ക് നിങ്ങൾ ചെയ്യുക. ഓക്കെ, 1 2 1 2. നിങ്ങൾ ആ നിൽക്കുന്ന നിപ്പ് തന്നെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുക. അതേ കണക്ക് നിങ്ങളുടെ കൈകൾ മേലോട്ട് ഉയർത്തുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഫാസ്റ്റായിട്ട് 30 സെക്കൻഡാണ് ചെയ്യേണ്ടത്. ഓക്കെ, കം ഓൺ, ഡു ഇറ്റ്. 1 2 1 2 1 2. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മുടെ വാമപ്പ് 30 സെക്കൻഡ്. ഓക്കെ, 30 സെക്കൻഡിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കരുത്. റെസ്റ്റ് എടുക്കാതെ നമ്മുടെ അടുത്ത വർക്കൗട്ട് ഇതാണ്ട് ഇത് കണക്ക് നിന്നുകൊണ്ട് നിങ്ങൾ കാലുകൾ ഇതേ കണക്ക് മുകളിലോട്ട് ഉയർത്തുക. മാക്സിമം നിങ്ങളുടെ ആ ഒരു കാൽമുട്ട് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഫാസ്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇതേ കണക്ക് 1 2 1 2 1 2. ഓക്കെ, 1 2. അപ്പം നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുക. ഇതേപോലെ 30 സെക്കൻഡാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്ന പറഞ്ഞാൽ അല്പം സമയം കൂടുന്നുണ്ട്. ഞാനിപ്പം വാച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത സ്പോട്ട് റണ്ണിങ് ആണ് നമ്മുടെ വാമപ്പിൻ്റെ അടുത്ത 30 സെക്കൻഡ് ചെയ്യേണ്ടത്. ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓട്ടെ, ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓക്കെ, നിങ്ങളുടെ മുട്ടൊന്നും ഒരുപാട് മേലോട്ട് ഉയർത്തിയൊന്നും വേണ്ട. ഇതേ കണക്ക് നിങ്ങൾ നിൽക്കുന്ന നിപ്പിൽ ഇതേ കണക്കിന് 30 സെക്കൻഡ് ഫാസ്റ്റായിട്ട് ചെയ്യുക. അപ്പം ഇതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ 3 വാമപ്പുകൾ തീരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ വാമപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് 30 സെക്കൻഡത്തെ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പുഷപ്പ് ചെയ്യുക. അതിനുശേഷം ഇതേ കണക്ക് വന്നിട്ട് നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങളിൽ ഇങ്ങനെ തൊടുക. ഓക്കെ, പുഷപ്സ് ഇതേ കണക്ക് വന്ന് കണ്ടില്ലേ, ഇതേ കണക്കാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. പതുക്കെ ഇത് കണക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ 30 സെക്കൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എണ്ണം, നിങ്ങൾ ചെയ്യുന്ന കൗണ്ട് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ചെയ്യുന്ന ബോഡി പോസ്ചർ കൃത്യമായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് കണക്കാണ് നിങ്ങൾ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യേണ്ടത്. 30 സെക്കൻഡാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കമോൺ, 1 2. വീണ്ടും പുഷപ്പിൻ്റെ പൊസിഷൻ, പുഷപ്സ്, വീണ്ടും കാലിൽ തൊടുക. ഓക്കെ, വീണ്ടും അടുത്ത കാല്, വീണ്ടും ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ വന്നിട്ട് ഇതേ കണക്ക് മൗണ്ടൻ ക്ലൈമ്പിങ് ക്രോസ് ചെയ്യുക. കണ്ടോ, കാല് ഇതേ കണക്ക് ക്രോസ് ആയിട്ട് പോവുക. കണ്ടില്ലേ, ഇതേ കണക്കാണ് നിങ്ങൾ അടുത്ത വർക്കൗട്ട് ചെയ്യേണ്ടത്. 30 സെക്കൻഡാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു, ഓരോ 30 സെക്കൻഡ് വർക്കൗട്ടിന് ശേഷം നിങ്ങൾ 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. വീണ്ടും നിങ്ങൾ 10 സെക്കൻഡിന് ശേഷം 30 സെക്കൻഡ് അടുത്ത വർക്കൗട്ട് ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. കമോൺ, ഫാസ്റ്റായിട്ട്, മാക്സിമം ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ബോഡി പോസ്റ്ററൊക്കെ കൃത്യമായിട്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നു എന്ന് നിങ്ങളിത് നോക്കിയേ വേണ്ട. നിങ്ങളുടെ ബോഡി പോസ്റ്റർ കൃത്യമായി കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് 3ാമത്തെ വർക്കൗട്ടാണ്. ഓക്കെ, ഇങ്ങനെയാണ് 3ാമത്തെ വർക്കൗട്ട് ചെയ്യേണ്ടത്. സ്കോട്ട്, ട്വിസ്റ്റ്, വീണ്ടും സ്കോട്ട്, ഇടത്തെ സൈഡിലോട്ട് സ്കോട്ട്. അപ്പം ഇത് ചെയ്യുമ്പോഴും നിങ്ങൾ സ്കോട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ ബോഡി പോസ്റ്റർ കറക്റ്റായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ നടുവൊക്കെ നേരെയായിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, 1 squat 2 squat 1 squat 2
സ്ക്വാട്ട്. കണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾ 30 സെക്കൻഡ് ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ബ്രീത്തിങ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 3ാമത്തെ വർക്കൗട്ട്. 30 സെക്കൻഡ് ചെയ്തു. അടുത്തായിട്ട് 4ാമത്തെ വർക്കൗട്ട് ഇങ്ങനെയാണ്. നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിൽ നേരെ നിൽക്കുക. അതിനുശേഷം മാക്സിമം ഇത് കണക്ക് കാലുകൾ മുമ്പോട്ട് വെക്കുക. അതിനുശേഷം ഇങ്ങനെ ജമ്പ് ചെയ്യുക. കണ്ടില്ലേ? 1 2 1 2 1 2. കണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിങ് നോർമലായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും ബ്രീത്തിങ് പിടിച്ച് വെക്കാനൊന്നും ശ്രമിക്കരുത്. നോർമൽ ബ്രീത്തിങ് തന്നെ ചെയ്യുക. 1 2 1 2 1 2 1 2. ഇങ്ങനെ 30 സെക്കൻഡാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 1 2 കമാൺ ഡു ഇറ്റ് 1. ഓക്കെ, ഇങ്ങനെ 30 സെക്കൻഡ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ട് നമ്മുടെ ബട്ട് കിക്ക് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കാലുകൾ നിങ്ങളുടെ ആ ഒരു ബട്ടക്സ് ഭാഗത്തായിട്ട് ഒന്ന് തൊടുവാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം തട്ടുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്ന രീതിയിൽ ചെയ്യേണ്ട. ഓക്കെ, 1 2 1 2 1 2 1 2. കണ്ടല്ലോ, കമാൺ ഡു ഇറ്റ്. 30 സെക്കൻഡ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് 2 സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ 4, നിങ്ങൾ അഡ്വാൻസ്ഡ് ആണെങ്കിൽ 6 സെറ്റ്. ഓക്കെ, അടുത്ത വർക്കൗട്ടാണ്. ഇതാണ് നെക്സ്റ്റ് വർക്കൗട്ട്. നമ്മൾ കാലുകൾ അടുപ്പിച്ചതിന് ശേഷം വൈഡായിട്ട് പുഷപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കൈകൾ മുകളിലോട്ട് ഉയർത്തുക. 1 2 1 2. താഴോട്ട് നമ്മൾ ചെയ്യുന്ന ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ, നിങ്ങളുടെ ബോഡി പോസ്ചർ കൃത്യമായിരിക്കാൻ ശ്രമിക്കുക. 30 സെക്കൻഡാണ് ചെയ്യേണ്ടത്. ഓക്കെ, നല്ല ബെസ്റ്റ് കാർഡിയോ വ്യായാമങ്ങളാണ്. വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഫാറ്റ് ബേണിങ്ങിനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അടുത്തായിട്ട് നമ്മുടെ 6 വർക്കൗട്ടുകളും കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ഇത്ര നേരം സ്ട്രെച്ചിങ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ എല്ലാ വർക്കൗട്ടുകളും ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്യുക. കാലുകൾ വേണം പിടിച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ കണ്ടല്ലോ, ഇതാണ് അടുത്ത നമ്മുടെ സ്ട്രെച്ചിങ്. നമ്മുടെ മസിലിനൊക്കെ ഒരു റിക്കവറിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ആ മസിൽസ് അത്രത്തോളം ഇപ്പോൾ അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റിക്കവറി ആവശ്യമാണ്, ഒരു റിലാക്സ് ആവശ്യമാണ്. ഓക്കെ, ഇത് കണക്കൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ ലോവർ ബാക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഹിപ്പ് ഭാഗത്തിനായിട്ട് ഒരു സ്ട്രെച്ചിങ് ചെയ്യുക. കണ്ടല്ലോ, ഇത് കണക്കൊക്കെ നിങ്ങൾ സ്ട്രെച്ചിങ്ങും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വർക്കൗട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നിങ്ങളിത് വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അടിപൊളി വർക്കൗട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കൊണ്ടുവരും. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന യാതൊരു എക്യുപ്മെൻറ്റ്സും വേണ്ടാത്ത കാർഡിയോ വ്യായാമങ്ങളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.